ജോളിവുഡ് ഷോയുടെ ഇന്നത്തെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്നെ വിളിച്ചതല്ല, നീ ബ്യൂട്ടീഷ്യൻ. സിനിമ കണ്ട ആൾക്കാർ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ തിയേറ്റർ അടക്കാൻ വേണ്ടി ചെന്നപ്പോ അകത്തൊരു രൂപം കിട്ടാനാണ് സാറേ ഇത്ര വെപ്രാളം എടുക്കുന്നത്. 1 രൂപയല്ല, 1 രൂപം. അത് സിനിമ കഴിഞ്ഞപ്പോ കാശ് പോയല്ലോ എന്നർത്ഥം ആരെങ്കിലും ബോധം കെട്ട് കിടക്കണമായിരിക്കും. അല്ല യൂസഫേ, യൂണിഫോം ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലേഡി പോലീസ് ആയിരിക്കും. അതല്ല, വെള്ളയും വെള്ള ബ്ലൗസും വെള്ള സാരി മുടി അഴിച്ചിട്ടുണ്ട്. എന്നാ അത് വെപ്പ് മുടിയായിരിക്കും. അതല്ല, മുടി ഇങ്ങനെ പനങ്കുല പോലെ കിടക്കണ്. അപ്പൊ അത് വിഗായിരിക്കും. ഈ യക്ഷി ഇങ്ങനെ ഒഴുകുകയാണോ ഇങ്ങനെ പോയെ? ഒഴുകിപ്പോകാൻ അകത്ത് വെള്ളച്ചാട്ടം അല്ല നടക്കണത്, സിനിമയാണ് നടക്കണത്. അതല്ല, യക്ഷിയുടെ കാല് നിലത്ത് തൊടുന്നുണ്ടോ എന്നാണ് ഇയാൾ ചോദിച്ചത്. അതെ, യക്ഷിയുടെ കാലും നിലത്ത് തൊട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. യക്ഷിയെ കണ്ടതിന് ശേഷം എന്റെ കാലും നിലം തൊട്ടിട്ടില്ല. അതെ, പല്ല് പൊങ്ങിയാണ് ഇരിക്കണത്. 2 പല്ല് പൊങ്ങിയാണ് ഇരുന്നേച്ചത്. അത് കമ്പിട്ടതിന് ശേഷം ശരിയായി. നോക്കിയേ, തന്റെ പല്ല് പൊങ്ങിയ കാര്യമല്ല, കണ്ട രൂപത്തിന്റെ പല്ല് പൊങ്ങിയാണ് ഇരിക്കുന്നതെന്ന്. യക്ഷിയുടെ പല്ല് പൊങ്ങിയാണെന്ന് നോക്കാൻ ഞാൻ അങ്ങോട്ട് ചെന്നാൽ പിന്നെ എന്റെ എല്ലും പൊടി പോലും കാണൂല. ഹലോ, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ പേടിക്കണ? അല്ലെങ്കിൽ തന്നെ ഒരു SI ഇത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ SIയെ കണ്ട് പേടിച്ചതല്ല, യക്ഷിയെ കണ്ട് പേടിച്ചതാ. അതിന് ഞാൻ മാത്രമല്ലേ വന്നിട്ടുള്ളൂ, എന്റെ വൈഫ് വന്നിട്ടില്ലല്ലോ. അതല്ല, ഞങ്ങൾ ഇവിടെ ഒരു യക്ഷിനെ കണ്ടതാ. ആ യക്ഷി അല്ലേ ഈ യക്ഷി? ഞാനല്ല, ഇവിടെ ഈ ജോളിവുഡിൽ ഒരു യക്ഷി കറങ്ങി നടപ്പുണ്ട്. ഞങ്ങൾ എല്ലാവരും കണ്ടതാ. അതെ. അയ്യയ്യോ, ഈ 21ാം നൂറ്റാണ്ടിൽ യക്ഷിനെയൊക്കെ വിശ്വസിക്കുന്ന നിങ്ങളൊക്കെ എന്താ ചെയ്യണ്ട? ഇതൊക്കെ ഒന്നുമില്ല, എല്ലാം ചുമ്മാതാ, എല്ലാം തോന്നലാ. ഞാനൊരു SI ആണ്, എന്റെ അടുത്ത് കളിക്കരുത്. നന്നായി. കഴിഞ്ഞ ആഴ്ച ഒരു കോൺസ്റ്റബിളിന്റെ ചോര കുടിച്ചപ്പോ തുടങ്ങിയ ആഗ്രഹമാ ഒരു SIയുടെ ചോര കുടിക്കണമെന്നാ. അയ്യോ, എന്റെ അടുത്ത് കളിക്കരുത്. എന്റെ അടുത്ത് കളിച്ചാ ഞാൻ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടും. നിനക്ക് പോലീസുകാരുടെ ചോര കുടിക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ എങ്ങനെ നോക്കിയേ, ഞാൻ IG വിളിക്കാം. എന്തോരം വേണമെങ്കിലും കുടിച്ചോ, നല്ല ടേസ്റ്റാ. കണ്ണി ചോരയില്ലാത്ത അയാളെ കൊണ്ടുവന്നിട്ട് ഞാൻ എവിടുന്ന് എടുത്ത് ചോര കുടിക്കും? സത്യം പറ, നീ എവിടെന്നാ വന്നേ? എന്നാ നിന്റെ ഉദ്ദേശം? ഈ ജോളിവുഡിലെ ഈ നിൽക്കുന്നവരിൽ ഒരാളുടെ ചോര കുടിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. യക്ഷി ആരുടെ ചോരയാണെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അത് ഞാൻ പറയില്ല. ഞാൻ ആരുടെ ചോരയാണോ കുടിക്കുന്നത് അയാളുടെ ഫോണിൽ ഒരു മെസ്സേജ് വരും. സേതു, നീ എപ്പോഴും പറയാറില്ല നിനക്കൊന്നും വാങ്ങി തന്നിട്ടില്ലാന്ന്. ഇത് വെച്ചോ. അയ്യടാ, എനിക്ക് വേണ്ട. വെച്ചോന്ന്. എന്റെ പുക കണ്ടിട്ടാണല്ലോ അടങ്ങുള്ളൂ. ഭാഗ്യം, എന്റെ ഫോണിൽ ഒരു മെസ്സേജും വന്നിട്ടില്ല. 2 മാസമായിട്ട് ബില്ലടക്കാത്ത കാരണം എനിക്ക് മെസ്സേജും ഇല്ല, കോളും ഇല്ല. എന്റെ ഫോണിലും മെസ്സേജ് ഇല്ല കേട്ടോ, എന്റെ ഫോണിലും മെസ്സേജ് വന്നിട്ടില്ല. എനിക്ക് മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. അയ്യോ, എനിക്ക് മെസ്സേജ് വന്നു. എനിക്ക് മെസ്സേജ് വന്നു. നോക്കേ നോക്കേ. ശരിയാണ്. അപ്പൊ യക്ഷി കുടിക്കാൻ പോകുന്നത് എന്റെ ചോരയാണോ? ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ? മന്ത്രവാദി ചേപ്പാടിനെ വിളിക്കാം.
ഏത് യക്ഷിയും ചേപ്പാടന്റെ മുമ്പിൽ പെടാപ്പാട് പെടും. എന്താ പെട്ടെന്ന് വിളി. ഒച്ചപ്പാടം വന്നു. ഒച്ചപ്പാടനില്ല, ചേപ്പാടൻ. ഓ, ചേപ്പാടം വന്നു. ഇനി സമാധാനമായി. അതെ, ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. എന്താണാവോ ചേപ്പാടം താമസിച്ചേ? എന്റെ കിടപ്പാടം ബാങ്കിലായിരുന്നു. അതിൽ ചെറിയൊരു കേസ് ഉണ്ടായിരുന്നു. അതാ ചേപ്പാടൻ കുടിക്കോ? അങ്ങനെയൊന്നുമില്ല, വല്ലപ്പോഴും ഒരു കമ്പനിക്ക്. ഇത്രയും വലിയ മന്ത്രവാദിയാണല്ലോ, ഇവിടെ അത് കുടിക്കുന്നതിനൊരു ബുദ്ധിമുട്ടും ഉണ്ടോ ഇല്ലയോ? എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ നാട്ടിൽ സർവ്വസാധാരണമായി നടക്കുന്ന കാര്യമല്ലേ? അതെ അതെ. എങ്കിൽ ഞാൻ കുടിക്കാനൊന്ന് ഓർഡർ ചെയ്യട്ടെ. ആയിക്കോട്ടെ, വെള്ളം കുറച്ച് മതി. യൂസഫേ, വെള്ളം കുറച്ച് മധുരമില്ലാതെ ഒരു കട്ടാൻ. വെറുതെ കൊതിപ്പിക്കായിരുന്നല്ലേ. കുടിക്കില്ലേ? ഇവിടെ കാലെടുത്ത് കുത്തിയപ്പോഴേ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വരുന്ന വഴിക്ക് ചില ദുർനിമിത്തങ്ങൾ ഞാൻ കണ്ടു. എന്താണാവോ കണ്ടത്? ആദ്യം കണ്ട ദുർനിമിത്തം, ബീവറേജിന് മുമ്പിൽ പതിവില്ലാത്ത ക്യൂ. അത് നാളെ 1-ാം തീയതി അല്ലേ, അതിന്റെ തിരക്കാ. അപ്പൊ നാളെ ദുർവിധിയാണെന്ന് സാരം. അതെ. രണ്ടാമത് കണ്ട ദുർനിമിത്തം, റോഡിൽ കൂടി ഞാൻ നടന്നു വരുമ്പോൾ കുളിക്കടവിൽ ഒരു പെൺകുട്ടി മുങ്ങിക്കുളിക്കുന്നത് കണ്ടു. ശ്രീദേവി അല്ലേ എന്ന് ചോദിച്ച് ഞാൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. അപ്പൊ പൊങ്ങി വന്നുകൊണ്ട് പറയാ, ശ്രീദേവി അല്ല, സിനിമാറ്റിക് ഡാൻസുകാരൻ ശ്രീജിത്താണെന്ന്. ചമ്മി നാറി നനഞ്ഞുപോയി. പിന്നെ 1 മണിക്കൂർ അവിടെ നിന്ന് ഉണക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇതൊക്കെ എങ്ങനെ ഒരു ദുർനിമിത്തങ്ങളാകും തിരുമേനി? ശ്രീദേവി ആയിരുന്നെങ്കിൽ നല്ല നിമിത്തമായാനെ. മൂന്നാമത്തെ ദുർനിമിത്തം, നമ്മുടെ ശാന്തയുടെ ദേഹത്ത് ബാധ കയറിയിട്ടുണ്ടെന്നൊരു ഫോൺ കോൾ വന്നു. എന്നാ വരുന്ന വഴി ആ ബാധയൊന്ന് ഒഴിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഒരു ചരട് ജപിച്ച് ഞാൻ ശാന്തയുടെ വീടിന്റെ അകത്ത് കയറി. ഞാൻ കയറിയത് നാട്ടുകാരെല്ലാം കൂടെ വാതിലും കടച്ചു. എന്നിട്ട് അവര് പറയാ, ഇന്നലെ രാത്രി 12 മണിക്ക് കയറിയ ബാധ ഇപ്പോഴും കയറിയിട്ടുണ്ടെന്ന്. പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ പെട്ട പാട്. അല്ല, ഈ ചാന്തയുടെ ദേഹത്ത് കയറി വാദം ഒഴിഞ്ഞു പോയോ? അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അവൾ ഇപ്പൊ ഒരു ബാധയായിട്ട് എന്റെ പുറകെ തന്നെ ഉണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതെ, നിങ്ങൾക്കൊരു ജോൾസിനെ വിളിച്ച് പ്രശ്നം വെപ്പിക്കായിരുന്നില്ലേ? ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു പ്രശ്നക്കാരൻ്റെ അടുത്ത് ചെന്ന് അവിടെ ചെന്ന് പ്രശ്നം വെപ്പിക്കാമെന്ന് നോക്കിയപ്പോ ആ വീട്ടിൽ അതിനേക്കാൾ പ്രശ്നം. അയൽവക്കക്കാരനും ഈ പ്രശ്നക്കാരനും തമ്മിൽ ഭയങ്കര അതിർത്തി തർക്കം. പിന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞാൻ അതിലിടപെട്ട് അവരുടെ പ്രശ്നം പരിഹരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പൊ വന്നിക്കണ യക്ഷി പറയണത് എന്റെ ചോര കുടിച്ചിട്ട് അവള് പോകുള്ളെന്നാ പറയണത്. ചേപ്പാടൻ ഇതിനൊരു പരിഹാരം കാണണം, ഇല്ലെങ്കിൽ എന്റെ ഊപ്പാട് ഇളകിപ്പോവും. പരിഹാരം നാം കാണാം. അവളെ ഞാൻ ആവാഹിക്കാൻ പോകുന്നു. ആരാണ് നീ? കള്ളിയങ്കാട്ട് ജിജി. നീ എന്തിനാണ് ഇയാളെ ചോര കുടിക്കണമെന്ന് വാശി പിടിക്കുന്നത്? ഇയാളുടെ തിയേറ്ററിൽ യക്ഷികളെ കുറിച്ചുള്ള ഹൊറർ പടം റിലീസായ ദിവസം ഞങ്ങളുടെ ഫാമിലിയെ കുറിച്ചുള്ള സിനിമയല്ലേ എന്ന് കരുതി കാണാനായിട്ട് ഞാൻ അകത്ത് കയറി. ടിക്കറ്റ് എടുക്കാതെയോ? അമ്പടി ജിജി. ഞങ്ങൾക്ക് മായയായി എവിടെയും കയറാമല്ലോ. അവിടെ കയറിയ ഞാൻ കണ്ട കാഴ്ച, യക്ഷി സ്ക്രീനിൽ വരുമ്പോൾ ജനം കൂവുന്നു. യക്ഷി പേടിപ്പെടുത്തുന്ന ഡയലോഗ് പറയുമ്പോൾ ജനം പൊട്ടിച്ചിരിക്കുന്നു. എന്റെ ഞരമ്പുകൾ ത്രസിച്ചു, പല്ലുകൾ പുറത്തേക്ക് വന്നു. അന്ന് ഞാൻ തീരുമാനിച്ചതാ ഇവന്റെ ചോര കുടിക്കണമെന്ന്. ഇങ്ങനെയുള്ള പടങ്ങൾ കാണിച്ച് യക്ഷികൾക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന ഇവന്റെ ചോര എനിക്ക് വേണം. ഇവന്റെ ചോര കുടിച്ചാൽ നീ ഇവിടെ വിട്ട് പോകുമോ? ഇല്ല. പോകില്ലേ? ഇല്ല. പോകില്ലേ? പോവില്ല, 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 പോവില്ല. നിന്നെ തളയ്ക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. എങ്ങനെയുണ്ട്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ചേപ്പാടൻ വന്ന യക്ഷിനെ കൊണ്ടേ പോകൂന്ന്. ചേപ്പാടൻ എവിടെ കൊണ്ട് യക്ഷിനെ തളയ്ക്കും? നാളത്തെ പത്രം ഇറങ്ങുമ്പോ കാണാം എന്ത്? ചേപ്പാടൻ യക്ഷിയെ ഏത് ലോഡ്ജിലാ കൊണ്ടുപോയി തളച്ചേന്ന്. നമസ്കാരം. നമസ്കാരം. എന്താണ്? ഒരു
വൺ മാൻ ഷോ പെർഫോമൻസ്. സാറിന്റെയോ? നന്നായി. എന്റെ അല്ല, ഇദ്ദേഹത്തിന്റെ. നമസ്കാരം. ഇതാരാണ്? ഇത് സാബു വടുതല. ഓ അത് ശരി. ഞാൻ പണ്ട് വടുതല സ്റ്റേഷനിൽ SI ആയിരുന്നല്ലോ. ആ സമയത്ത് ഒരു പെറ്റി കേസിൽ പിടിച്ചതാ. പെറ്റി കേസല്ലോ? പെറ്റി കേസല്ല, പെറ്റി കേസ്. ഓ പെറ്റി. അന്ന് ഞാൻ സ്റ്റേഷനിൽ വിളിച്ചോണ്ടൊന്ന് ചറപറാന്ന് ഒരു 3-4 ഇടി അങ്ങോട്ട് കൊടുത്തു. ഓരോ ഇടിക്കും ഓരോ രാഷ്ട്രീയക്കാരുടെ ശബ്ദത്തിലാണ് ഇദ്ദേഹം കരഞ്ഞത്. അതെന്ത്? അപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം വലിയൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന്. ഓ മിമിക്രി ആർട്ടിസ്റ്റ് ആണല്ലേ? പിന്നെ ഒരുപാട് താരങ്ങളെ ഞാൻ അവിടെ ഇരുത്തി അങ്ങോട്ട് അനുകരിപ്പിച്ചു. അന്ന് ഞാൻ വിചാരിച്ചാണ് സാബുവിന് അല്പം ബൂസ്റ്റ് ചെയ്യണമെന്ന്. ശരിക്കും സാബുവിനെ ബൂസ്റ്റ് ചെയ്യല്ല വേണ്ടത്. പിന്നെ സാറിന്റെ ഇടി വെച്ച് നോക്കുമ്പോൾ സാബുവിന് ബൂസ്റ്റ് കൊടുക്കുക വേണ്ടത്. അടിച്ച് പൊളിക്കാൻ ഓൾറെഡി. അപ്പൊ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടാ സ്വന്തം സ്റ്റേഷൻ പോലും അറിയാത്തവരെ. സാബു നമസ്കാരം. നമസ്കാരം. സാബു എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു പത്രത്തിന്റെ റിപ്പോർട്ടറായിട്ട്. ഏത് പത്രത്തിന്റെയാണ്? കേരള കൗമുദി പത്രം. ഓഹോ, എത്ര വർഷമായി? ഞാൻ ഒരു 2 വർഷത്തോളമായി. ഞാൻ ഏവിയേഷൻ ഫീൽഡിലായിരുന്നു, പിന്നീട് ഫീൽഡൊന്ന് മാറി. ഇപ്പൊ പത്രമേഖലയാണെങ്കിലും മിമിക്രി വിട്ടിട്ടില്ല. എന്താണ് രാഷ്ട്രീയക്കാരാണ് കൂടുതൽ അനുകരിക്കുന്നത്? രാഷ്ട്രീയ നേതാക്കന്മാരുടെ സിനിമക്കാരുടെ അനുകരിക്കും. അതാണ് കൂടുതലായിട്ട് താല്പര്യം രാഷ്ട്രീയക്കാരെ. ഈ പത്രപ്രവർത്തനം ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം കൂടുതലായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഞാൻ. ഓക്കെ. അപ്പൊ എന്തായാലും സാബു വടുതലയുടെ രാഷ്ട്രീയക്കാരുടെ ആ മനോഹരമായ പെർഫോമൻസ് നമുക്കൊന്ന് ആസ്വദിക്കാം. ആദ്യം ആരെയാണ് കാണിക്കുന്നത്? നമ്മുടെ MP KV തോമസ്. ഞാൻ കൊലറ്റ് മുത്തിയോടത്തിരുന്ന ആളിനോടനുബന്ധിച്ച് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി അങ്കമാലിൽ പോയിരുന്നു. അവിടെ വെച്ച് കുറച്ച് ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ത്രിവർണ്ണ പതാകയിൽ പുതപ്പിക്കാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു നമ്മുടെ നേതാവിൻ്റെ, ചുവന്ന പതാകയിൽ പുതപ്പിക്കാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. ഒന്നുകിൽ ഡൽഹിയിലിരിക്കുന്ന മാതാവ് അദ്ദേഹത്തെ ഡൽഹിയിലോട്ട് വിളിപ്പിക്കണം, അല്ലെങ്കിൽ മുകളിലിരിക്കുന്ന മാതാവ് അദ്ദേഹത്തെ മുകളിലോട്ട് വിളിപ്പിക്കണം. ഉമ്മൻചാണ്ടി കോൺഗ്രസിൻ്റെ കമാൻഡർ ചീഫാണ് അദ്ദേഹം. അതൊക്കെ UDF വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളെപ്പോലുള്ള നേതാക്കന്മാർക്ക് പലപ്പോഴും അനുകരിക്കാൻ പോലും സാധിക്കാറില്ല. Whenever the system and equilibrium is changed, system will adjust in such a way that effect of that change will be nullified. ഗംഭീരം. ഇതൊക്കെ വളരെ റെയറായിട്ടാണ് മിമിക്രി കലാകാരന്മാർ അനുകരിക്കാറുള്ളത്. ഗംഭീരം. അടുത്താരാണ്? KM മണി സാർ. PC വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം ആളുകൾ അമ്മത്തിനിങ്ങ് ഇറങ്ങിയുമില്ല, ഇമ്മത്തോട്ട് വന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ എന്റെ ഓരോ ബഡ്ജറ്റും വ്യത്യസ്തമാണ്. അതിലൊരു ബേസിക് ചേഞ്ച്, ഒരു ഇംപ്ലിമെന്റേഷൻ, ഒരു അക്കൾച്ചറേഷൻ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. ഈ ബഡ്ജറ്റ് ഉറക്കം പോലും ഉപേക്ഷിച്ച് സംരക്ഷിച്ച ദിവസത്തില് എന്റെ നന്ദി. കുഞ്ഞാലിക്കുട്ടി സാഹിബ്. എനിക്ക് നഷ്ടപ്പെടാനോ ഒന്നുമില്ല, കെട്ടാനോ ഒന്നുമില്ല. നിങ്ങളെ എത്ര ശക്തിയിൽ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നു അതിന്റെ ഇരട്ടി ശക്തിയിൽ നമ്മൾ തിരിച്ചു വന്നു. അത് രാഷ്ട്രീയത്തിലും അതെ, ജീവിതത്തിലും അതെ. ആ പെൺകുട്ടീനെ കണ്ടിട്ടുമില്ല, പിണ്ടിയിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. അടുത്തത് മുൻ MP സെബാസ്റ്റ്യൻ പോൾ. പത്രങ്ങൾക്ക് പലപ്പോഴും യുക്തി തോന്നാറില്ല. മനോരമയുടെ 4ാമത്തെ പേജിൽ വന്ന ഒരു വാർത്ത ഈ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. മമതയുടെ പാർട്ടിയും സഗ്മയുടെ പാർട്ടിയും ലയിച്ചു. വാസ്തവത്തിൽ എഴുതേണ്ടതും അങ്ങനെ തന്നെ. മുകുന്ദപുരത്ത് ആര് ജയിച്ചാലും തോറ്റാലും മലർത്തിയടിച്ചു എന്ന പ്രയോഗം ഒഴിവാക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടതിൻ്റെ സാങ്കത്യവും ഇതുതന്നെയാണ്. മുരളീധരൻ. നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി, ബാക്കിയുള്ളവർ പറയുന്നതൊക്കെ തെറ്റാണ് എന്ന് പറയുന്നത് ശരിയല്ല. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിരിക്കാം, പക്ഷേ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല. മിസ്റ്റർ ഉമ്മൻചാണ്ടി, നിങ്ങൾ മദ്യമാഫിയുടെ നേതാവാണ്. നിങ്ങൾക്ക് സീറ്റ് നൽകിയത് കൊണ്ടല്ലേ 4-5 KPCC സെക്രട്ടറിമാരുടെ ജൽപ്പനങ്ങൾ എനിക്ക് കേൾക്കേണ്ടി വന്നിട്ട്. എന്നിട്ട് അതിൻ്റെ പിന്നിൽ തോറ്റ് കളഞ്ഞല്ലോ മിസ്റ്റർ ശൂരനാടെ. വെള്ളാപ്പള്ളി നടേശൻ. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ശ്രീമാൻ K. കരുണാകരനാണ്. അതേപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ശ്രീമാൻ AK. ആന്റണിയാണ്. SNDPയെ സംബന്ധിച്ചിടത്തോളം SNDPക്ക് രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഇൻസ്റ്റബിലിറ്റിയുടെ കാലത്താണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത് സ്വാഗതം ചെയ്യുകയാണ്. ഈ NSSന്റെ പ്രസിഡന്റ് പറയുകയാണ് ഞങ്ങൾ 4 സമുദായത്തിൻ്റെ കോപ്പ് ഈ ഞങ്ങൾക്ക് നാളുമില്ലേ. ഈ ഞാൻ ഭാരത ധർമ്മ സേന ഇതുണ്ടാക്കിയതിന് ശേഷം എന്നെ എത്രമാത്രം ഘോഷിച്ചു. ഇതുപോലെ ബുദ്ധിമുട്ട് ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ?
വളരെയേറെ പീഡനങ്ങൾ ഞാൻ അനുഭവിച്ചില്ലേ. ഒരുപാട് പേര് വെള്ളാപ്പള്ളി സാറിനെ അനുകരിച്ച് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു വേറൊരു ശൈലിയാണ്. പക്ഷെ ഇത് കുറച്ചുകൂടെ ലൈവാണ്. നമ്മൾ എന്താ പറയുക, ഇന്റർവ്യൂവിനൊക്കെ ഇരിക്കുമ്പോൾ വളരെ ലൈവായിട്ട് സംസാരിക്കുന്ന സ്റ്റൈലുണ്ട്. ഗംഭീരമായിരുന്നു കേട്ടോ. ശ്രീ ഒ രാജഗോപാൽ, വാട്ടർ കണക്ടിവിറ്റി ആകട്ടെ, എയർ കണക്ടിവിറ്റി ആകട്ടെ, ഈ രീതിയിലാണ് ഒരു രാജ്യം വികസിക്കുന്നത്. അതായത് ഇന്ത്യ എന്ന ഭാരതം എന്നു പറയുമ്പോൾ അതിനൊരു ചിതിയുണ്ട്, ഒരു ആത്മാവ്, അതിൻ്റെ ധർമ്മം. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് രാജ്യത്തിൻ്റെ അതിന് ജീവശവമായിട്ടുള്ളൊരവസ്ഥയാണ്. അത് ഒരിക്കലും ഉണ്ടാകാനായിട്ടുള്ളൊരു ഇട ഉണ്ടാകരുത്. അതാണ് BJPയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരും അനുകരിക്കത്തല്ലാണ് പിടിച്ചിരിക്കുന്നത് അല്ലേ? പാലക്കാട് ശിഹാബ് തങ്ങൾ പറഞ്ഞതും കുഞ്ഞാലക്കുട്ടി സാഹിബ് പറഞ്ഞതും ഒന്ന് തന്നെയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത് വേറൊരു ആംഗിൾ ഓഫ് പോയിന്റ് ഓഫ് ആംഗിളിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ എലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർജറിക്ക് മൈനർ മേജർ സർജറി ഇല്ല, ഇറ്റ് ഈസ് സർജറി. അതുപോലെ തന്നെ എലക്ഷൻ, ഇറ്റ് ഈസ് എലക്ഷൻ, ദാറ്റ്സ് ഓൾ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ കരുണാകരൻ എന്ന മുതല ഗുണ്ടകളുടെ നേതാവായത് ഈ KPCC എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ താമസമൊന്നും വേണ്ട. ഈ രാജ്മോഹൻ ഉണ്ണിത്താനെ മാനസികമായിട്ട് തളർത്തണമെങ്കിൽ രാജ്മോഹനെ പട്ടിറക്കെടുക്കണം. ശ്രീ AK ആന്റണി, മാർക്സിസ്റ്റ് പാർട്ടി 140 MLA ഫിക്സഡ് ഡെപ്പോസിറ്റുമായിട്ട് ഒരു കുറുക്കിനെ പോലും കാത്തിരിക്കുകയാണ്. എൻ്റെ പാർട്ടി തകരരുത്. അതിന് എന്ത് വിട്ടുവീഴ്ചയും ഏത് ലെവൽ വരെയും ചെയ്യാൻ ഒരുക്കമാണ്. എൻ്റെ അടുത്ത് വളരെ എതിർപ്പാണ്. When I was in defense minister, I was always kept my resignation letter in my pocket. Madam asked me, when Madam asked about the resignation, I am always ready to stay in any situation. സാറേ, കലക്കി എന്ന് മാത്രമല്ല, കലക്കി കട്ടിലൊടിച്ചു. ഒരുപാട് പേര് രാഷ്ട്രീയക്കാരെ അനുകരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും അധികം രാഷ്ട്രീയക്കാരെ, ഇത്രയും വെറൈറ്റി ആയിട്ട് അനുകരിക്കുന്ന ഒരു കലാകാരനെ ഞാൻ കാണുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. പിന്നെ കലക്കി സാബു, കലക്കി സാബുവിനോട് നല്ല കേടി കൊടുത്തേ. സാബു എന്റെ മാനം കാത്തു. സാറിന് ഇനി ഇതുപോലെ ഒരുപാട് പെറ്റി കേസുകൾ ഉണ്ടാവട്ടെ, എന്നാലും നമുക്ക് ഇതുപോലുള്ള കലാകാരന്മാരെ കിട്ടുകയുള്ളൂ. ഏത് മിമിക്രി കലാകാരനെ കിട്ടിയാലും നേരെ ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ. ഇവിടെ ഞാൻ തകർത്തിട്ടേ പോകുള്ളൂ. ഹലോ, ഞാൻ തിയേറ്ററിന്റെ ഓണറാ. പിന്നെ നമുക്ക് ചായ ടിക്കറ്റ് കൊടുക്കാൻ പറ്റിയിട്ട് ബമ്പർ കിട്ടുമോ? പേരൻസ് ഇല്ലാത്തായാലും മതി. കൊടുക്കാം. പാമ്പ് കടിച്ചേ, പാമ്പ് കടിച്ചു. എന്നിട്ട് എപ്പോ എങ്ങനെയുണ്ട്? ബോധമില്ല. SIക്ക് വണ്ടയില്ലല്ലോ. ഞാൻ പാമ്പിന്റെ കാര്യമാണ് ചോദിച്ചത്. പാമ്പിന് എങ്ങനെയുണ്ട്? അതിനെന്തെങ്കിലും പറ്റിയോ? പാമ്പ് കടിച്ചത്. എന്നിട്ടാ കടിച്ച പാമ്പ് അപ്പൊ തന്നെ പോയോ? അതപ്പ പോയില്ല. അത് തൊട്ടടുത്ത തട്ടുകട കയറി 2 ബുൾസൈ ഓംലേറ്റ് അടിച്ച് അയാളുമായിട്ട് കുശാലാന്വേഷണം നടത്തിയിട്ടാണ് പിറ്റേ ദിവസം പോയത്. പഠിച്ച പാമ്പ് അവിടെ അടുത്ത് നിൽക്കും, അത് വീട്ടിൽ പോകില്ലേ? പാമ്പ് പോയാൽ ഞാൻ പറയാം. SIനെ അല്ലേ പാമ്പ് കടിച്ചേ? ഈ പോലീസുകാർ ചുമ്മാ ഇരിക്കുവോ? അവർ ആ പാമ്പിനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കയറ്റുമല്ലോ. 3-ാം മുറ എടുക്കുന്നുള്ള പേടി കൊണ്ട് പാമ്പ് പോയതാ. അല്ല സാറേ, എവിടെ വെച്ചാ കടിച്ചത്? ഓ, ആ കോളനിയില്ലേ, ശാന്തയുടെ വീടിന്റെ പുറകുവശത്ത് വെച്ച്. അവിടെ SIക്ക് എന്താ ഡ്യൂട്ടി എന്നാ? അത് കേസ് കെട്ടല്ലേ? അവിടെ ഒരുപാട് കേസുകൾ. അതിന്റെ കെട്ടുകൊണ്ട് പോയ സമയത്ത് പാമ്പ് വന്നിട്ട് തെളിവെടുക്കുന്ന സമയത്ത് ഒരു വെച്ചിട്ട് പോയിട്ടുണ്ടാവും. അതൊന്നും അല്ല കാര്യം. പിന്നെ ഈ പാമ്പ് കൊച്ചായിരിക്കുമ്പോ ഇങ്ങോട്ട് വാ, എവിടെയൊക്കെ പറയും ഞാൻ. ഈ പാമ്പ് കൊച്ചായിരിക്കുന്ന സമയത്ത് ഈ SI ചിലപ്പോ എന്തെങ്കിലും അതിന് ദ്രോഹിച്ചിട്ടുണ്ടാവും. ആ വൈരാഗ്യത്തിൽ കടിച്ചായിരിക്കും. പിന്നെ വൈരാഗ്യം കൊണ്ട് ബോംബെന്ന് വന്ന് കുത്തി കൊല്ലാൻ പ്രിയദർശന്റെ പടത്തിലെ ഗുണ്ടയല്ലേ പാമ്പ്? അതൊക്കെ പോട്ടെ. ഇപ്പൊ SI എങ്ങോട്ടാ കൊണ്ടുപോയത്? ആശുപത്രിയിലേക്ക്. എന്നിട്ട് SIയുടെ അവസ്ഥ എന്താ ഇപ്പോ? 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റുകയല്ല. സീരിയസ് ആയിട്ടല്ല, SIയുടെ വായിൽ 4 പല്ല് പറിച്ചിട്ടിരിക്കുക. അതുകൊണ്ട് SIയുടെ വാ തുറക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ഡോക്ടർ വന്ന് പറഞ്ഞു 2 കുപ്പി രക്തം വേണമെന്ന്. അയ്യോ, ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ എന്ത് ചെയ്തു? SIയുടെ ദേഹത്ത് 2 കുപ്പി രക്തം എടുത്ത് ഡോക്ടർക്ക് കൊടുത്തു. അതെ, നിങ്ങൾ എന്നെ അലഞ്ഞിരിഞ്ഞ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോയി. ഞാൻ അവിടെ ഞെളിഞ്ഞിരിപ്പുണ്ടല്ലോ, അങ്ങോട്ട് വേണമെന്ന് കേച്ചാ പോരായിരുന്നോ? എന്നിട്ടും ബോഡി ഡെഡ് ബോഡി ആയിട്ട് പോകാൻ. അല്ല, മൂർഖനാണ് കൊത്തിയെങ്കിൽ സംഗതി കഴിയും, ആള് തട്ടിപ്പോവും.
ചിലപ്പോ വല്ല ജൈവപ്പാമ്പ് ആയിരിക്കും. ജൈവപ്പാമ്പാ? പിന്നെ ജൈവ പച്ചക്കറി ഇത് കേട്ടിട്ടില്ലേ? അതുപോലെ വിഷമില്ലാത്ത പാമ്പ് ജൈവപ്പാമ്പ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു വിഷവൈദ്യൻ ഉണ്ടായിരുന്നു. കടിച്ചു വിളിച്ചു വരുത്തി വിഷം ഇറക്കണ ഒരു വിഷവൈദ്യൻ. ഒരു ദിവസം ഞങ്ങളുടെ നാട്ടിൽ ഒരു അയ്യോ പാവത്തിന് പാമ്പ് കടിച്ചു. അപ്പൊ തന്നെ നാട്ടിൽ വൈദ്യന്റെ അടുത്ത് ചെന്ന് വൈദ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു ഞാൻ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞ് ഈ കടിച്ച പാമ്പിനെ വൈദ്യം വിളിച്ചു വരുത്തി. പാമ്പ് എഴഞ്ഞു വന്ന നേരത്തിന് ഈ കടിച്ചവനെ കൊണ്ട് നാട്ടുകാർ ഹോസ്പിറ്റലിലേക്ക് പോയി. ആ നേരത്ത് പാമ്പ് ഇങ്ങനെ ഇരിക്കണല്ലേ, എവിടെ വൈദ്യം മറ്റവൻ എവിടെ വൈദ്യം മറ്റവൻ എന്ന് ചോദിച്ചിങ്ങനെ നിൽക്കണല്ലേ. എത്ര നേരം നിൽക്കും ഇങ്ങനെ സടകുടഞ്ഞ് നിൽക്കുക. അവസാനം ക്ഷമകെട്ട് പണ്ടാറൊടങ്ങി ചമ്മി പാമ്പ് അടുത്ത് നിൽക്കണ വൈദ്യനിട്ടൊരു ഒത്തും കൊത്തിയിട്ട് ഇങ്ങനെ ഒറ്റപ്പോക്ക്. ചേട്ടാ ഇവിടെ വന്നേ, ഇവിടെ കടി കിട്ടിയില്ല. ആ അവിടെ കടി കിട്ടിയതിന്റെ കംപ്ലൈന്റ്, ഇവിടെ കടി കിട്ടിയില്ലെന്നും പറഞ്ഞ് കംപ്ലൈന്റ്. പാമ്പിന്റെ കടി മതിയാ. എങ്ങനെ നടന്ന ആളാണ് കടിച്ച് പാമ്പ് അവൻ ഓർത്തൂടെ എംപ്രസ് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്ക് അല്ല ഡോക്ടറെ നടപ്പെടും. ആ അതാണ് ഒരു മീശ എടുത്ത് മേശയില്ല, കസേര എടുക്കട്ടെ. കരസേന കൊണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കരസേനയല്ല, കസേര. എന്താ പറഞ്ഞു എടുത്തോ. ഒരു മിനിറ്റ് അതെങ്ങനെ ശരി? ഞാൻ വൈദ്യരെ വിളിച്ചു. അയാളുടെ മൊബൈൽ നമ്പർ വിട്ടു നിന്ന് ദൈവം ചങ്കടിപ്പോ ചെരുവി തകർന്നു പോയനെ. ഇപ്പൊ നമുക്കൊരു ട്രിപ്പ് ഇട്ടാലോ? അത് ഇങ്ങനെയുള്ള കാര്യത്തിൽ തീരുമാനം ആകാതെ എങ്ങനെയാ ഡോക്ടറെ? എന്നിട്ട് നമുക്ക് എവിടെ വേണേലും ട്രിപ്പ് ഇടാം. ട്രിപ്പ് അല്ല, ഗ്ലൂക്കോസ് കുത്തട്ടെ. പിന്നെ പാമ്പ് കടിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾ കെട്ടേണ്ടതായിരുന്നു. ആഗ്രഹമുണ്ട് ഡോക്ടറെ, പക്ഷെ ഇതിങ്ങനെ കിടക്കുമ്പോ എങ്ങനെയാ? അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ആലോചിച്ചോളാം. കല്യാണ കാര്യം അല്ല പെണ്ണുമ്പിള്ളേ, കല്യാണം കഴിക്കുന്ന കാര്യം അതല്ല ഞാൻ പറഞ്ഞു. മുറിവിന്റെ മുകളിൽ കയറിട്ട് വലിച്ചു മുറുക്കി കെട്ടണമായിരുന്നു. കാലം നോക്കിക്കേ, കയ്യായിരുന്നു ഈ കാലം നോക്കിക്കേ. ആയിരുന്നു സഹായിച്ചു പതിയെ. എന്റെ കാല് നോക്കിയാണ് കണ്ണും കണ്ണും നോക്കിക്കാണ്. അല്ല അല്ല അല്ല, ഇതൊന്നും എടുത്ത്. ആ പ്രശ്നമുണ്ട്. എന്നാ കാണിച്ചതാണ്. സോറി സർ, എന്നെ അറസ്റ്റ് ചെയ്തു. ഈ പാമ്പ് കടിയേറ്റ മുറിവിൽ പാമ്പിന്റെ ഒരു പല്ലിരിപ്പ്. പിന്നെ പാമ്പ് വെപ്പുല്ലുമായിട്ട് വന്നാണ് വന്ന് കടിക്കണത്. ഡോക്ടറോട് ഒന്നും ഇവിടെ പറയാൻ മേല. ഇനി ഒന്നും പറയണ്ട, വൈദ്യം വരണ്ട്, ബാക്കി കാര്യം വൈദ്യം നോക്കിക്കോളൂ. എല്ലാവരും ഇങ്ങനെ മാറിയതേ. വൈദ്യനായി വൈദ്യന്റെ ചേർന്ന് നോക്കാൻ സമ്മതിക്കാൻ ഇതിനകത്ത് വാഴ്ചയില്ല. വൈദ്യരി പോലും അല്ല വൈദ്യനെ വൈദ്യരുടെ അലക്കാരനാണോ? അല്ല ശിഷ്യനാണോ? വൈദ്യരെ രക്ഷിക്കണം. ഓ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, എല്ലാം എനിക്ക് മനസ്സിലായി. എനിക്ക് ഒരു വെളിവ് കേടുണ്ടായി. ഓ അല്ല, വെളിവാണ്. ഇവിടെ ഒരുത്തനെ വിഷം തെണ്ടിയെന്ന്. വിഷം തെണ്ടിയോ? തെണ്ടിയെന്നല്ല, തീണ്ടിയെന്ന്. വെളിപാടല്ല, ഞാൻ ഫോൺ വിളിച്ചതാ. ഓ അപ്പൊ വെളിപാടായിരുന്നു. ആരാ ഇയാളെ നിർത്തിയത്? എത്രയും പെട്ടെന്ന് പിടിച്ച് തെക്കോട്ട് കിടത്തു. അതെന്തിനാ തെക്കോട്ട് തിരിച്ചു കിടത്തുന്നേ? അതാവുമ്പോ തെക്കോട്ട് എടുക്കാൻ എളുപ്പമാണല്ലോ. ബോധമില്ലല്ലേ? വൈദ്യർക്കോ? എനിക്കല്ല, ഇവന് ബോധമില്ലെന്ന്. കുറച്ച് വെള്ളം വേണമായിരുന്നു. ഫുള്ളാണോ വൈനാണോ കൊണ്ടിരുന്നിരിക്കുന്നത്? ഓ എനിക്ക് വെള്ളം അടിക്കാനല്ല, ഇവന്റെ മുഖത്ത് തെളിച്ച് ഇവന്റെ ബോധം തെളിയിക്കാൻ കുറച്ച് വെള്ളം വേണമായിരുന്നത്. നോക്കി നിൽക്കാതെ പോയി ഇത്തിരി വെള്ളം എടുത്തോണ്ട് വാ. ഓ വെള്ളം എടുത്തോണ്ട് വാ. വെള്ളം എടുത്തോണ്ട് വാ. അയ്യോ, എപ്പോഴാ നടന്നത്? 2 വയസ്സായപ്പോഴേ നടന്നു തുടങ്ങി. ഓ അതല്ല, ഈ സംഭവം നടന്നത് എപ്പോഴാണെന്ന്? ഇന്നലെ രാത്രി 2 മണിയായപ്പോ ശാന്തയുടെ അല്ല ചന്തയുടെ അകത്തായിരുന്നു എനിക്ക് ഡ്യൂട്ടി. പെട്ടെന്ന് പിന്നീന്നൊരു ശബ്ദം. കൂത്താട്ടുകുളം രമണി അല്ല. എന്നാ കുമ്പളം ശാരദ അല്ല. വസുമതി. അയ്യോ അല്ല. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ദാ നിക്കണ്. ഓ തത്തമംഗലം റസിയ. ഒരെട്ടടി നീളമുള്ള രാജമ്മ. അവക്ക 8
ഒറ്റടി പൊക്കം. എന്റെ വൈദ്യരി പെമ്പിള്ളേരുടെ പേര് പറഞ്ഞു കളിക്കാതെ ഈ കടിച്ച പാമ്പിന്റെ പേരൊന്ന് പറ. എന്താ പേര്? ആക്ഷൻ ഹീറോ ബൈജു. പാമ്പിനൊക്കെ ആരെങ്കിലും ആക്ഷൻ ഹീറോ ബൈജു എന്നൊക്കെ ഇടുവോ? അയ്യോ, പാമ്പിന്റെ പേര് രാജ. രാജയോ? ആ, രാജവമ്പാലൻ ഷോർട്ട് ഫോമാ രാജ്. അപ്പോ പാമ്പിന്റെ പേര് ഓർമ്മയില്ല. എന്റെ വൈദ്യരെ കടിക്കാൻ വന്ന സമയത്ത് പാമ്പിന്റെ പേര് ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. ഇനി കടിക്കുമ്പോ അത് ചോദിച്ചു വെക്കണം, പെട്ടെന്ന് അറിയാമല്ലോ. അതിരിക്കട്ടെ, എത്ര അടി നീളം ഉണ്ടായിരുന്നു പാമ്പിന്? കടിക്കാമന്റെ പാമ്പിനെയൊക്കെ സ്കെയിൽ വെച്ച് അളന്ന് നോക്കാൻ പറ്റുമോ? ഈ കടിച്ച പാമ്പ് മാളത്തിലേക്കാണോ പോയത്? അല്ല, ഫ്ലാറ്റിലോട്ട്. ഇപ്പൊ കാടൊക്കെ വെട്ടിത്തെളിച്ച് ഫ്ലാറ്റ് ആണല്ലോ ഉണ്ടാക്കണത്. ഒരു കാര്യം ചെയ്യാം, ഞാന് ഒരു വിദ്യ കാണിച്ചു തരാം. വിദ്യാനൊക്കെ പിന്നെ കാണാം. ആദ്യം എസ്ഐനെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ? അതല്ല, ഇയാളെ രക്ഷിക്കാനുള്ള ഒരു വിദ്യ ഞാൻ കാണിച്ചു തരാമെന്നാ. എന്നാ ഒന്ന് ഷടേന്ന് കാണിച്ചേ. കാണിക്കാം, ധൃതി വെക്കാതെ. നിങ്ങൾക്കറിയൂ, കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമിറക്കുന്നവനാ ഈ വൈദ്യൻ. ഇന്നാള് എറണാകുളത്തുള്ള ഒരാളെ കോട്ടയത്ത് വെച്ചൊരു പാമ്പ് കടിച്ചു. എന്നിട്ട് അയാളെ എന്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പൊ കോട്ടയത്ത് നിന്ന് എറണാകുളം വരെ പാമ്പ് എത്താൻ കുറെ സമയം എടുത്തു. അതല്ലേ എന്റെ ബുദ്ധി. ഞാൻ പാമ്പ് കടിച്ച ആളെ കൊണ്ട് എറണാകുളത്ത് നിന്ന് ഒരു കാറിൽ കയറി നേരെ തലയോലപ്പറമ്പിലെത്തി. പാമ്പ് കോട്ടയത്ത് നിന്ന് എഴഞ്ഞ് നേരെ തലയോലപ്പറമ്പിൽ വന്ന് ഈ കടിച്ചാളെ കൊത്തി വിഷമിറക്കിയിട്ട് നേരെ കോട്ടയത്തേക്ക് പോയി. ഞാൻ ഇയാളെ കൊണ്ട് എറണാകുളത്തേക്ക് പോയി. പക്ഷേ ഇന്നാള് മറ്റൊരബദ്ധം പറ്റി. ഒരാളെ പാമ്പ് കടിച്ചു. കടിച്ചത് നീർക്കോലി, വിളിച്ചു വരുത്തിയതോ ഒരു രാജവെമ്പാല. പാമ്പിട്ട് പോവുകയില്ല. അവസാനം ഞാന് മകടി എടുത്തൊരു ഊത്തോതി. അപ്പൊ പാമ്പ് പോയി കാണും? പോയില്ല. പിന്നെ എന്റെ അച്ഛനൂതി, മുത്തച്ഛനൂതി. പറഞ്ഞു വരുമ്പോ ഒരു രക്ഷയുമില്ല. അവസാനം നാദസ്വര കച്ചേരിക്കാരെ കൊണ്ടുവന്ന് ഊതിച്ചു. അപ്പൊ പാമ്പ് എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കാണിക്കുന്നു, പോരാ പോരാ. അവസാനം നേരെ കൊണ്ടുപോയി റിമി ടോമിയുടെ ഒരു മെഗാ ഷോ കാണിച്ചു. അപ്പൊ പാമ്പ് പോയി കാണും? ഇല്ല. അതിന്റെ ലാസ്റ്റ് ചെയിൻ സോങ്ങിന്റെ കൂടെ ആളിയിട്ടാ പാമ്പ് പോയത്. അപ്പൊ ഇതിലേതാ പാമ്പ്? നിങ്ങൾ എന്ന് കഥ പറയാൻ എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ നോക്ക്. രക്ഷിക്കാം. ആദ്യം കുറച്ച് പച്ചമരുന്നുകൾ വേണം. ഒന്നാമതായിട്ട് മുരിക്കും പോവ്, പിന്നെ ഉമ്മ. കെട്ടാൻ ഞാൻ കിടക്കുമ്പോഴാണോ ഭാര്യയോട് ഒരു ഉമ്മ ചോദിക്കുന്നത്? അയ്യോ, അതല്ല, ഉമ്മത്തിൻ കായ. പിന്നെ മുക്കുത്തി. ചെറുതാളി അറുമ്പടലും പറിച്ചു കെട്ടിത്താ, പറിച്ചു കെട്ടിത്താ. തായമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിൽ അത് പടരുന്നു. നുണക്കുഴിക്കവിളിൽ തകച്ചിത്രമെഴുതും താരേ താരേ താ. താനാരോ തന്താനോ താനാരോ തന്താനോ താനാരോ തന്നാരോ താനാരോ താനാരാ? ഞാൻ ആരാണെന്നോ? ഞാനല്ലേ വൈദ്യൻ. എന്നാ നോക്കി നിൽക്കാണ്ട് വിളിച്ചു വരുത്ത്. കടിച്ച പാമ്പിനെയോ? പാമ്പിനെയല്ല, ആംബുലൻസ്. നിങ്ങൾ ഇങ്ങനെ അന്താക്ഷരി കളിച്ച് നിന്ന് അവസാനം സംഭവിക്കാൻ പോകുന്നത് എന്റെ അന്ത്യമാ. അമ്പിക്കാടെ പുറത്തെ റോല കൂടെ എടുത്ത് കൂട്ടി നോക്കി നടക്കണത് ആരാണ്? കടിച്ച പാമ്പ് വിളിക്കാൻ തന്നെ വന്നിരിക്കുന്നോ? അയ്യോ, ഓടിക്കോ.